ഹായ്. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാനൊരു റീസൺ ഉണ്ട്. ആക്ച്വലി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് അതിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഹാപ്പിനെസ് എന്നൊക്കെ പറയുമ്പോൾ അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഞാൻ അമ്മയാവാൻ തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ എടുത്തു എന്നത് ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇപ്പം അവനൊരു അല്ലെങ്കിൽ ഞാനൊരു പ്രഗ്നൻ്റ് ആവുന്ന ആ ഒരു മൊമെൻറ്റ്, ആ ഒരു നിമിഷം എല്ലാവർക്കും എന്താ പറയുക, അതൊരു വലിയൊരു എക്സ്പീരിയൻസ് അല്ലെന്ന് പറയുക, ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ അത്. അപ്പം അങ്ങനെ ഒരു മൊമെൻറ്റ് എനിക്കുണ്ടായി. അപ്പം ആ ഒരു മൊമെൻറ്റിൽ ചെറിയൊരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആയി കിടന്നൊരു മൊമെൻ്റ് ആയിരുന്നല്ലേ. അപ്പോൾ ഞാനത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്താലോ എന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാക്കിയത് ഈ മാസം ഒരു 16-ാം തീയതി ഒരു 11-11:30 ആ സമയത്താണ്. സമയം കൃത്യമായിട്ട് പറയാനുള്ള റീസൺ ഉണ്ട്. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന വുമനാണ്. ഞാൻ വീഡിയോ പ്രസൻറ്ററായിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും നമ്മളൊരു 11 മണി ആ സമയത്താണ് ചായ കുടിക്കാൻ പോകാറ്. അപ്പോൾ പക്ഷെ അന്ന് ഓൾറെഡി എനിക്കൊരു രാവിലെ ഒരു 10-10 സമയത്ത് ഭയങ്കര ടെൻഡൻസി ഉണ്ടായിരുന്നു, ഒന്ന് ചെക്ക് ചെയ്താലോ എന്ന്. അപ്പം സത്യത്തിൽ ഇപ്പം ആ ഒരു ഡിലേ വന്നിട്ടൊരു 3 ദിവസമേ ആയുള്ളൂ. ഇപ്പോഴേ നോക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു രീതിയിൽ നോക്കിയാലോ ഇതൊക്കെയുള്ള അങ്ങനെ ഒരു സാധനം വരുമല്ലോ. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ എല്ലാവരും കൂടി താഴെ പോയ സമയത്ത്, ചായ കുടിച്ച് വരുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു, തൊട്ട് ഓപ്പോസിറ്റ് ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ നടന്നോ, ഞാനൊന്ന് മെഡിക്കൽ ഷോപ്പ് വരെ പോയിട്ട് വരാമെന്ന രീതിയിൽ പറഞ്ഞു. ഞാൻ റോഡ് ക്രോസ് ചെയ്തു. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി ഫ്രണ്ട്സിനോട് ഞാനൊന്നും പറഞ്ഞതുമില്ല. അവരെന്താ വാങ്ങി ചോദിച്ചിട്ടുമില്ല. ഞാൻ എന്ത് വാങ്ങാനാണ് പോയതെന്ന് ചോദിച്ചിട്ടുമില്ല. ഞാൻ ഇന്നത് വാങ്ങാൻ പോയതാണെന്ന് പറഞ്ഞിട്ടുമില്ല. ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും മെഡിസിൻ വാങ്ങാൻ എന്ന രീതി ആയതുകൊണ്ടായിരിക്കും ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി. ഞാൻ നേരെ ടെൻഷൻ പോലെ പറയുമ്പോൾ നേരെ വാഷ്റൂമിലേക്ക് പോയി ചെക്ക് ചെയ്തപ്പോൾ 2 ലൈനുണ്ട്. സാധാരണ 2 ലൈനിലായ പ്രഗ്നൻ്റ് ആണ് എന്നതാണ് എനിക്കറിയാം. ഒരു ലൈനാണെങ്കിൽ പ്രഗ്നൻ്റ് അല്ല എന്നും അറിയാം. അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ഇതേപോലെ ചെക്ക് ചെയ്ത സമയത്ത് ഒരു ലൈനായിരുന്നു, അത് ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് 2 ലൈൻ വന്നപ്പോൾ പ്രഗ്നൻ്റ് ആണല്ലോ അതില്ലേ. പക്ഷേ അതിൽ ഫസ്റ്റത്തെ ലൈൻ കുറച്ച് ലൈറ്റ് പിങ്കും രണ്ടാമത്തെ കുറച്ച് ഡാർക്കും ആയിരുന്നു ഉണ്ടായത്. സാധാരണ ഞാൻ കണ്ടത് 2 ഡാർക്ക് പിങ്കാണ് ഞാൻ കണ്ടിട്ടുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായി ഞാൻ വിചാരിച്ച് എനിക്ക് ഡൗട്ടായി, ഞാൻ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന രീതിയിൽ. പക്ഷെ ഞാൻ ഓഫീസിലായിട്ട് എനിക്ക് ആരും ചോദിക്കാനും പറ്റുന്നില്ല, ഹസ്ബൻഡിനോട് പറയണോ എന്നുള്ള ഡൗട്ടും അങ്ങനത്തെ ഒരവസ്ഥയായി. അപ്പോൾ ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് പോയി കിറ്റ് ഞാൻ ബാഗിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. പക്ഷേ ഈ വർക്ക് ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ ഇത് ഇടക്കിടക്കിനെ എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന രീതിയിലാണ്. കാരണം ലൈൻ പോയോ അല്ലെങ്കിൽ ലൈൻ ഡാർക്കായോ അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. 5 മിനിറ്റ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ ഹസ്ബൻഡിനെ വെറുതെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുന്നതാണ് ഉച്ച സമയത്ത്. വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനൊക്കെ പറഞ്ഞു. എന്തെന്ന് ചോദിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാൽ വീട്ടിൽ ഞാനത് സ്കിപ്പ് ചെയ്ത് പോയി. പിന്നെ പക്ഷേ എനിക്ക് മനസ്സിലിത് സന്തോഷിക്കാണ്ട് എന്നൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഏച്ചിൻ്റെ ഫ്രണ്ട് എൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. ചേച്ചി ഇടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി പറയണോ മതി പറഞ്ഞു. നമ്മൾ ചേച്ചി നമ്മൾ സാധാ പ്രഗ്നൻ്റായ 2 ലൈനിൽ വരാറ് ചോദിച്ചു. ചേച്ചി ആദ്യമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഫസ്റ്റത്തെ ലൈറ്റ് ഷെയ്ഡും രണ്ടാമത്തെ ഡാർക്ക് ഷെയ്ഡും ആണെങ്കിൽ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചു. ചേച്ചി അതേലേന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എനിക്കിങ്ങനെ
ബൾബ് എത്തി. ചേച്ചി എൻ്റെ ചോദിച്ചാണുള്ളൂ, നീ പറ്റില്ല ചോദിച്ചു. ഞാൻ പറ്റില്ല, ഞാൻ ചുമ്മാ ചോദിച്ചാന്ന് പറഞ്ഞു. എന്നിട്ടാണ് കള്ളം പറഞ്ഞത്. എന്നിട്ട് പക്ഷെ ഞാൻ ചേച്ചി പോയി കഴിഞ്ഞാൽ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ലൈറ്റും ഡാർക്കും 2 ഡാർക്കും എല്ലാം പോസിറ്റീവും ഒരു ലൈൻ നെഗറ്റീവും ഒക്കെ കാണുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമുക്കെല്ലാവർക്കും ChatGPT ഉണ്ടല്ലോ, നോക്കിയതു. ChatGPT ഞാനിത് അപ്ലോഡ് ചെയ്തിട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കിയ സമയത്ത് ChatGPT എന്നോടത് നെഗറ്റീവ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് എൻ്റെ ഡൗണായി, ഒരു 50% ആയി. 90% നിന്നതാണ്, ഒറ്റയടിക്ക് 50% ആയി. കാരണം ChatGPT നമ്മൾ സാധാരണ ചോദിച്ചാൽ കറക്റ്റ് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, അതങ്ങനെ. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 5 മണിയാകുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയിട്ട് ഞാൻ ഹസ്ബൻഡിന് ഇത് കാണിക്കണല്ലോ, എന്നിട്ട് ബാഗിൽ നിന്ന് ഇങ്ങനെ വർത്താനം എടുക്കുന്നത്, ഇങ്ങനെ ബാഗിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അല്ല, അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്ത് അവൻ നോക്കി. അവനിങ്ങനെ ഒരു നിമിഷം ഷോക്കായി, സത്യമാകുന്ന രീതിയിൽ. അത് ആകുമ്പോഴത്തേക്കും എൻ്റെ കണ്ണെല്ലാം നിറയുന്ന തുടങ്ങി. ചെറുതായിട്ടൊന്ന് കരച്ചിലൊക്കെ കഴിഞ്ഞു, ഹക്കൊക്കെ ചെയ്ത് ഭയങ്കര ഹാപ്പിയായി പറയാനാളും. പക്ഷേ എന്നിട്ട് എൻ്റെ മനസ്സിൽ ചെറിയ ഇതുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചേടാ, പക്ഷേ ഇതെനിക്ക് ഡൗട്ട്, ഇങ്ങനെ ലൈറ്റും ഡാർക്കും ആയപ്പോൾ അത് ഉള്ളതാണോ ഇല്ലയെന്നോ അറിയാത്തതുകൊണ്ട് എനിക്ക് അധികം സന്തോഷിക്കണമെന്നിരിക്കുന്നില്ല, അതോ സന്തോഷിക്കേണ്ടതെന്നിരിക്കുന്നില്ല, അങ്ങനത്തെ അവസ്ഥ. അവനപ്പോണ്ട് വണ്ടി എടുത്തിട്ട് മെഡിക്കൽ ഷോപ്പ് വെച്ച് 2 പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിട്ട് എന്നിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത സമയത്ത് 2 ലൈൻ തന്നെ, ഇതേപോലെ തന്നെ ലൈറ്റ് ഡാർക്ക് എന്ന രീതിയിൽ തന്നെ ഉണ്ടായി. എന്നിട്ട് ഇതിന് വീട്ടിൽ പറയണ പോലെ കൺഫ്യൂഷനായി. അപ്പോൾ ഒന്നും കൂടി ഉണ്ടല്ലോ, പിറ്റേ ദിവസം രാവിലെ സാധാരണ പറയുമല്ലോ മോർണിംഗൊക്കെ ചെക്ക് ചെയ്താലാണ് നല്ലതെന്ന രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ എന്ന രീതിയിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ നമുക്ക് 2 ക്ഷമയില്ല. അപ്പോൾ നേരെ 2 ഉണ്ടല്ലോ, 2 എടുത്ത് താഴേക്ക് പോയി. എന്നിട്ട് ഒന്ന് അമ്മക്കും അച്ഛനും എടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തു. 2 ഇങ്ങനെ കാരണം ഇതൊക്കെ കാണുമ്പോഴേ നമുക്കൊരു ഇതുണ്ടല്ലോ സന്തോഷം. കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അവരെ കൊച്ചുണ്ടായിരുന്നു. ആരും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ബേബീനെ പറ്റി മാത്രമേ ചർച്ചകൾ, ഇതിനെപ്പറ്റി തന്നെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ എനിക്ക് അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നോർമലി ഉള്ള പോലെ തന്നെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം പ്രശ്നമൊക്കെ നോർമലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം നമുക്ക് ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. അതൊരു ബോഡിക്ക് എന്തോ ഒരു ക്ഷീണം പോലെ അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഓവറായിട്ടുണ്ടായില്ല, ചെറുതായിട്ടൊരു ഫീൽ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ എന്തോ കാലൊക്കെ സത്യത്തിൽ ഇത്ര നേരത്തെ കാലുവേദനയൊക്കെ വരുമെന്ന് വെച്ചില്ല. പക്ഷേ എനിക്കെന്തോ അത് ചിലപ്പോൾ ഇതിൻ്റെ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. കാലെല്ലാം വന്നു കാലൊക്കെ ഇങ്ങനെ മസാജൊക്കെ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒരു ചെറിയൊരു ക്ഷീണം ഉണ്ടായിന്. പിന്നെ എൻ്റെ മുഖത്ത് പക്ഷേ ക്ഷീണം ഉണ്ട് എന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. പക്ഷേ ഇത്ര നേരത്തെ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. എത്ര നേരത്തെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അറിയില്ല. പക്ഷേ എനിക്കെന്തോ ചെറിയ ക്ഷീണമൊക്കെ തോന്നി. ചിലപ്പോൾ ഞാൻ എന്താ പറയുക ഫിസിക്കലി ഫിറ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, നട്ട്സും കാര്യങ്ങളും എല്ലാം ഓൾറെഡി ഇവിടെ ഉണ്ട്. ഞാൻ അതൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇപ്പം എന്താ പറയുക, ഏട്ടൻ നോക്കുന്നുണ്ട്, മുട്ട കഴിക്കുന്നുണ്ട്, എന്നെ കഴിക്കുന്നുണ്ട്, സെറ്റായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബേബിയുണ്ട്. പിന്നെ പക്ഷേ ഇതേപോലെ വേറെ സന്തോഷം കൂടി ഇരിക്കുന്നുണ്ട്. എൻ്റെ ചേച്ചിയും പ്രഗ്നൻ്റാണ്, എൻ്റെ സ്വന്തം ചേച്ചി പ്രഗ്നൻ്റാണ്. അവൾ ചെന്നൈയിലാണ് സെറ്റ് ചെയ്തത്. നമ്മളൊരു 1 വീക്ക് വ്യത്യാസം മാത്രമേ. അപ്പോൾ എൻ്റെ അമ്മ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാക്കി. അപ്പം ഇന്നിപ്പം അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ ഇപ്പം ഏച്ചി ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഏച്ചീനെ നോക്കാൻ അമ്മ പോയിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ, എൻ്റെ ഹസ്ബൻഡുണ്ട്, എൻ്റെ ഏച്ചിയുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ സീനില്ല. അപ്പം ഞാൻ ഈ ചെറിയ സ്റ്റോറി നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലുള്ള അപ്ഡേറ്റ്സൊക്കെ ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ഇതൊരു സ്റ്റാർട്ടിങ് ആയിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ.